ഈ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ആദ്യത്തെ ഒരു ഡൗട്ടാണ് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം. ആക്ച്വലി ഈ ഭക്ഷണം കുറച്ച് വെയിറ്റ് കുറയ്ക്കാന്നുള്ള രീതിയോട് ഒരു അനുഭാവം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എങ്കിൽ തന്നെ നമ്മുടെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അതിന് തന്നെ ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനോട് യോജിക്കാൻ പറ്റാത്തതെന്നാൽ, ഇൻക്ലൂഡിങ് ഞാൻ തന്നെ എൻ്റെ ഒരു 20s 30 വരെയുള്ള പ്രായത്തിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വണ്ണം കുറവായിരുന്നു. ഒരു 50 കിലോയുടെ താഴത്തെ ഭാരം ഉണ്ടായിരുന്നുള്ളൂ. വേസ്റ്റ് ഒരു 28 അതിലും താഴെയായിരുന്നു. വളരെ മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് ധാരാളം ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ടുണ്ട്, പലതരത്തിലുള്ള സാധനങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്, പലരും പറയുന്നത് കഴിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഭാരം കൂടിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം 50+ ഇയേഴ്സായി. ആള് ഭക്ഷണം കഴിക്കുന്ന ഒരു അളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. എന്നിട്ടും അവരുടെ ബോഡിയിൽ ഒന്നും മാറ്റില്ല. എന്നാൽ പലരും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, പക്ഷെ വല്ലാതെ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഭക്ഷണമല്ല ഇതിലെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഭക്ഷണത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. ആ അനുഭവം കൂടെ മുൻനിർത്തി ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, എല്ലാ വ്യക്തികൾക്കും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു യുക്തിഹീനമായിട്ടുള്ള ചിന്തയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലരുടെയും ബോഡി കണ്ടീഷൻ പലതാണ്, പലരും കഴിക്കുന്ന ഭക്ഷണങ്ങളും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊന്നും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷെ ഭക്ഷണത്തെ മനസ്സിലാക്കി നല്ല രീതിയിൽ വെയിറ്റ് ലോസ് എന്നുള്ള കാര്യത്തിനോട് മാറ്റി നിർത്തിയാൽ പോലും നമുക്ക് ആരോഗ്യകരമായിട്ട് കൂടുതൽ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമം ചിട്ടപ്പെടുത്താനായിട്ട് നമ്മുടെ ചരക മഹർഷി ഉപദേശിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ചരകൻ പറഞ്ഞതനുസരിച്ച് ഒരു 3 തരം ഡയറ്റ് അല്ലെങ്കിൽ ദഹിപ്പിക്കാനുള്ള ശേഷിയുള്ള ആമാശയങ്ങളെയും 3 തരത്തിലുള്ള ഭക്ഷണങ്ങളെയും കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സാത്വികം, രാജസികം, താമസികം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതായത് സാത്വിക ഡയറ്റുള്ള ഒരാൾ, പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് നല്ല ദഹനശേഷിയുള്ള ഒരാൾ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ രാജസിക ദഹനശേഷിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റഡ് ആയിട്ടുള്ള ദഹനശേഷിയുള്ള ആളെന്ന് മനസ്സിലാക്കാം. താമസിക ദഹനശേഷിയുള്ള ഒരാൾ അഥവാ ദഹനശേഷി കുറവുള്ള ഒരാൾ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ അദ്ദേഹം ഭക്ഷണങ്ങളെ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. സാത്വികമായിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം അത് ദഹിക്കാൻ വേണ്ടുന്നതിനേക്കാൾ വളരെയധികം ഊർജം നമുക്ക് തരികയും നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ബുദ്ധിയെ കൂടുതൽ ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെയാണ് അദ്ദേഹം സാത്വിക ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മത്സര ബുദ്ധി നമ്മൾ ഉണ്ടാക്കുകയും നമ്മളെ കുറെ കൂടെ എനർജറ്റിക് ആക്കുകയും ചെയ്യുന്ന ഭക്ഷണത്തിനെ അദ്ദേഹം രാജസിക ഭക്ഷണം. അതുപോലെ തന്നെ ഇത് ദഹിക്കാനായിട്ട്, ഈ സാത്വിക ഭക്ഷണങ്ങൾ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. രാജസിക ഭക്ഷണങ്ങളാവുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട് ദഹിക്കുള്ളൂ. താമസിക ഭക്ഷണങ്ങളാണെങ്കിൽ ഈ ഭക്ഷണം തന്നെ അഥവാ ശരീരം ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ അതിൽ നിന്ന് കിട്ടുന്ന ഊർജത്തേക്കാൾ കൂടുതൽ ചെലവാക്കുകയും, തൽഫലമായിട്ട് ഈ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നോർമലി എന്താ നമ്മൾ എനർജറ്റിക് ആണല്ലേ, അതിന് പകരം നമ്മൾ ക്ഷീണിക്കുക, നമുക്ക് കിടന്നുറങ്ങാൻ തോന്നുകയും ചെയ്യുന്ന, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളെയാണ് അദ്ദേഹം താമസിക ഭക്ഷണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ആ ഭക്ഷണം നമ്മൾ ആലസ്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഈ 3 ഭക്ഷണങ്ങളുടെയും 3 തരത്തിലുള്ള ദഹനങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് എല്ലാവരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ദഹനശേഷി കൂടുതലുള്ള സാത്വിക ദഹനശേഷി ഉള്ളവര്, അല്ലെങ്കിൽ സാത്വിക വിഭാഗത്തിൽപ്പെടുന്നവര്, അവര് സാത്വികവും രാജസികവും ഈവൻ ഇനി താമസികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ പോലും അവർക്കും പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവാനില്ല. കാരണം അവരുടെ ശരീരം അതിനെ ദഹിപ്പിച്ചോളും. അതുകൊണ്ട് അവർക്ക് ഒരുവിധ എല്ലാ ഭക്ഷണവും കഴിക്കാം, ആ തോന്നുന്ന അളവിൽ കഴിക്കാമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു രാജസിക ആഹാരിയാണെങ്കിൽ, രാജസിക ദഹനശേഷിയുള്ള ഒരാളാണെങ്കിൽ അതൊരു മോഡറേറ്റഡ് ആണ്. അപ്പോൾ സാത്വിക ഭക്ഷണം തീർച്ചയായിട്ടും
അദ്ദേഹത്തിന് ഈസി ആയിട്ട് ദഹിപ്പിക്കാൻ പറ്റും. മോഡറേറ്റ് ആയിട്ടുള്ള രാജസിക ഭക്ഷണങ്ങളെയും അദ്ദേഹത്തിന് ദഹിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ താമസിക ഭക്ഷണത്തിന് കുറച്ച് വിഷമാണ്, അതുകൊണ്ട് തന്നെ താമസിക ഭക്ഷണം കുറച്ച് കഴിവതും കുറയ്ക്കാം. എന്നിരുന്നാലും കഴിക്കുന്നതിൽ വിരോധമില്ല. താമസികമായിട്ടുള്ള ഒരു ദഹന വ്യവസ്ഥയുള്ള ആളാണെങ്കിലോ ദഹന ശേഷി കുറവായതിനാൽ തന്നെ സാത്വിക ഭക്ഷണങ്ങൾ കൂട്ടുകയും രാജസിക ഭക്ഷണങ്ങൾ ഒരു മോഡറേറ്റ് ആയിട്ട് എടുക്കുകയും താമസിക ഭക്ഷണങ്ങളെ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി അതിനോട് കൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താമസികമായിട്ടുള്ള ദഹനശേഷിയുള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയല്ല, പറ്റില്ല എന്നുള്ളതല്ല, അളവ് വളരെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കാം. അവിടെയാണ് അടുത്തൊരു പ്രധാന പോയിന്റ്, ചെറുകിന്റെ തന്നെ അടുത്തൊരു പ്രധാന പോയിന്റാണ് ഒരു ഭക്ഷണത്തെ ഔഷധമാക്കുന്നതും വിഷമാക്കുന്നതും കഴിക്കുന്നതിലെ അളവാണ്. അപ്പൊ 3 തരം ഡയറ്റിനെ പരിചയപ്പെട്ടു, അതിനുശേഷം അളവിനെ പരിചയപ്പെട്ടു. ഇനി നമുക്കിതിൽ അനുയോജ്യമായത് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിവരണത്തിന് നമുക്ക് വേറൊരു അധ്യായത്തിൽ വിശദീകരിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പറ്റുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കുറച്ച് വഴികൾ നോക്കാം. അതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെ ഒരു സ്വയം അവലോകനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വളരെ എനർജി തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വളരെ എനർജി തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ നമ്മുടെ ബുദ്ധി വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാത്വിക ഭക്ഷണമാണ്. ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വളരെയധികം കർമ്മനിരതനാവാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലികൾ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു രാജസിക ഭക്ഷണമാണ്. ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഉറക്കാണ് വരുന്നതെങ്കിൽ, നമുക്ക് വെറുതെ ഇരിക്കാനാണ് തോന്നുന്നതെങ്കിൽ അതൊരു താമസിക ഭക്ഷണമാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കുറേശ്ശെ നമ്മുടെ ഭക്ഷണത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 1 മാസത്തിനുള്ളിൽ നമുക്ക് ഇണങ്ങുന്ന ഒരു ഡയറ്റ് സ്വയം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി വെയിറ്റ് ലോസും ഇത് നമ്മൾ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിനെ കുറച്ചും കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെയിറ്റ് ലോസ് യാത്രയെ കുറച്ചും കൂടെ വേഗമാക്കാനായിട്ട് ഭക്ഷണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.